എല്ലാവർക്കും 100 എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ രാമേശ്വരത്തായിട്ടുള്ളത് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ്. ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല, പക്ഷേ നമുക്ക് ചെയ്തേ തീരും. സാധാരണ നമ്മളെ റൈഡിന്റെ കൂടെ നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഇടാറില്ല. റൈഡിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെ ഇടുന്ന വിചാരിച്ചേ. പക്ഷേ നമ്മൾ ഈ വന്ന് താമസിക്കുന്ന രാമേശ്വരം ഗ്രാൻഡിനെ കുറിച്ച് അങ്ങനെ ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ ചെറിയ ക്ലിപ്പ് ഇട്ടാ പോരാ. എന്റെ പൊന്നു ഫ്രണ്ട്സെ, നിങ്ങൾ ആരെങ്കിലും രാമേശ്വരം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ട് ഈ രാമേശ്വരം ഗ്രാൻഡ് എന്ന് പറയുന്ന സാധനം അതിന്റെ ഗൂഗിൾ റിവ്യൂ ഇവിടെ കാണിച്ചേക്കാവേ. ഗൂഗിൾ റിവ്യൂ ഉണ്ടല്ലേ, ഈ സാധനം എടുക്കരുത്. ഇത് എടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ റീസൺ, ഈ റിവ്യൂ കൊടുത്താണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇത് എടുക്കേണ്ട എന്ന് പറഞ്ഞതിന്റെ ഒരു 5 റീസൺസ് ടപ്പ എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ കാണുവേ. നമ്മുടെ ബെഡിന്റെ അടിയിലെ കോലാണ് ഇത്. ഇങ്ങനെയാണ് എക്സ്ട്രാ ബെഡിന്റെ ഷീറ്റ് കൊണ്ട് തന്നിട്ട് പോയത്. അതാണ് ഇവിടുത്തെ ഏസിയുടെ കോലം. വെള്ളം ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വെള്ളം. ഇതിലൊക്കെ വെള്ളം ഇവിടെ ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരം വെളുക്കുമ്പോഴേക്കും അത് റൂമ് ചിലപ്പോൾ മൊത്തമാവും. വെള്ളം ഒലിച്ചിറങ്ങണം. നമുക്ക് ഏറ്റവും സെറ്റ് ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ഹോട്ടലാണ്. നമ്മള് 25 റൂമുകൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്ത് ഹാഫ് പേയ്മെന്റ് കൊടുത്ത് 4 ദിവസം മുമ്പ് ഫുൾ പേയ്മെന്റും കൊടുത്ത് ഇവര് ഭീഷണിപ്പെടുത്തല്ലോ, നിങ്ങൾ പേയ്മെന്റ് അതില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നൊക്കെ. അപ്പൊ ഫാമിലി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ബുക്ക് ചെയ്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് സെറ്റിലായിട്ടാണ് നമ്മള് വെള്ളിയാഴ്ച രാവിലെ 2 മണിക്ക് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയത്. വ്യാഴാഴ്ച മുതൽ ഇവരോട് നമ്മള് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ വരുമ്പോഴേക്ക് റൂം റെഡി ആവണം, എക്സ്ട്രാ ബെഡ് റെഡി ആവണം, എല്ലാം റെഡി ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സർ എല്ലാം റെഡി സർ, നിങ്ങൾ വന്നാ മട്ടും പോന്നു സർ എന്ന് പറഞ്ഞു. വന്നാ മട്ടും പോതെന്നാ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ഫോളോ അപ്പ് ചെയ്തു, എല്ലാം റെഡി സർ. ഉച്ചക്ക് ഫോളോ അപ്പ് ചെയ്തു, എല്ലാം റെഡി, വന്നാ മതി. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോ പിന്നെ നമ്മൾ ഓക്കെ ആണല്ലോ, 4.2 റിവ്യൂവിന്റെ ഹോട്ടലല്ലേ. എന്നിട്ട് നമ്മള് 66 പേര്, 10 ഇൻഫൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ 0 to 3 years ഞാൻ ഇൻഫന്റ് ആയിട്ട് കൂട്ടുന്നു. അങ്ങനെ 10 ഇൻഫൻസ് ഉള്ള ഗ്യാങ് 76 പേര് ഇല്ലവരെ ഇവിടെ എത്തുന്നു. എത്തിയിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോ ഇവര് പറയുന്നു ഓരോ റൂം പേര് പറഞ്ഞാൽ മതി, റൂമൊക്കെ തരും. ഓക്കെ, ഹാപ്പി ആണോ? പേര് പറഞ്ഞാൽ മതി, റൂമൊക്കെ കൊടുക്കും. നോക്കുമ്പോഴേക്കും ഇവരുടെ ലിസ്റ്റ് ഉണ്ട്, എല്ലാം പ്രോപ്പർ. കാണുമ്പോ രാമേശ്വരം ഗ്രാൻഡ് പുറത്തുനിന്ന് കാണുന്നു, നല്ല സെറ്റപ്പ്. ഉള്ളിൽ കയറുമ്പോ കുറച്ച് സെറ്റപ്പ് കുറവുണ്ട്, കാരണം ഡോറിന്റെ ഒക്കെ. പിന്നെ അത് നമുക്ക് മനസ്സിലാക്കാം, കടൽ അടുത്തുണ്ട്, കടൽ കാറ്റ്, മണല്, അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. പോയി റൂം പേര് പറയുന്നു, ഇവര് റൂം തരുന്നു, ആൾക്കാർ റൂമിലേക്ക് പോകുന്നു. അതുവരെ എല്ലാം ഓക്കെ. റൂമിൽ പോയി കഴിഞ്ഞ ഉടനെ നമുക്ക് തുരുതുരുതുരാ കോള്, ബ്രോ ഈ റൂമിൽ കിടത്താൻ പറ്റുന്നില്ല ബ്രോ,
ഒരാള്. അടുത്ത ആള് ബ്രോ വാഷ്റൂം കേറാൻ പറ്റുന്നില്ല ബ്രോ. ഇതൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ച എന്റെയൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആണല്ലോ റൂമിലേക്ക് പോകുന്നത്. നമ്മള് 408 എന്ന് പറഞ്ഞ റൂമാണ്. എന്റെ പൊന്ന് ഭഗവാനെ, റൂമിൽ കയറി ബെഡ് വിരിച്ചിട്ടൊക്കെ ഉണ്ട്. പില്ലോ പില്ലോ കവറൊക്കെ തീരെ ഡേർട്ടി ആയിരുന്നു. എന്നിട്ട് അറിയാതെ എന്റെ ഒരു പില്ലോ കവർ ഡേർട്ടി ആയിട്ട് ആ പില്ലോ മാറ്റാൻ വേണ്ടിട്ട് ഇങ്ങനെ ആകുമ്പോ ഈ കവറിന്റെ പില്ലോ ഊരി വന്നു. ആ പില്ലോ കണ്ടു കഴിഞ്ഞാണല്ലോ പിന്നെ നമ്മുടെ ജന്മത്തില് ഒരു സ്ഥലത്ത് പോയാലും പില്ലോ കിടക്കൂല. അങ്ങനത്തെ സാധനമായിരുന്നു. രാവിലെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ, സുധീഷ് ഏട്ടൻ, അബി, ഇവരൊക്കെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 4:30 നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് സ്ലോലി 7 മണിക്ക് ഇവിടെ എത്തി, 7:30 ഇവിടെ എത്തി. എന്നിട്ടാണ് നമ്മൾ ഈ റൂമിന്റെ അവസ്ഥയൊക്കെ തുറന്നിട്ട് ഇവിടെ റിസപ്ഷനിൽ വരുന്നത്. റിസപ്ഷനിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായി. അപ്പൊ അതുപോലെ റിസപ്ഷനിൽ വന്നു. നമുക്ക് 24 എണ്ണത്തിൽ 20 റൂം മോശം. നോർമലി നമ്മൾ എന്ത് ചെയ്യും? നമ്മള് റിസപ്ഷനിൽ പോകും, പറയും ഓക്കെ. അപ്പൊ ഇവരുടെ ഈ ഹോട്ടലിന്റെ കോമഡി എന്താണെന്നറിയോ? വലിയ കോമഡി. ഈ ഹോട്ടലിന് നമ്മളെ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റിസർവേഷൻ ടീമുമായിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്നലെ ഒരു കാര്യം മനസ്സിലായ എന്താണെന്നറിയോ? ഈ ഹോട്ടലിലെ റിസർവേഷൻ ടീമിൽ ഒരാളും ഈ ഹോട്ടൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഈ ഹോട്ടല് റിസർവേഷൻ ടീമിന്റെ ആൾക്കാർ നമ്മളോട് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് ഹോട്ടൽ, നിങ്ങൾക്ക് എന്ത് സഹായത്തിനും നൻപ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇല്ല. നൻപ് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. ഏത് നമ്മൾ ഈ പ്രശ്നം ഈ റൂം മോശം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇവിടെ റിസപ്ഷനിൽ പറഞ്ഞപ്പോ ഇവിടെ 2 പേരുണ്ട്, നമുക്ക് പേരറിയില്ലല്ലോ. ഇപ്പൊ പേരറിയാം. അതിലൊരാൾ നമ്മളോട് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. അടുത്ത ആള് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം, ഇതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു റീഫണ്ട് അതൊന്നും പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. നിങ്ങളൊരു സെറ്റപ്പിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കി ഒരാളുണ്ട്, അയാളപ്പോ ന്യായം ഹൗസ് സോൾഡ് ഔട്ട് ആണ് സർ പ്രോപ്പർട്ടി. നിങ്ങൾ എന്തുകൊണ്ട് 12 മണിക്ക് വന്നില്ല? അതായത് ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ആണ് 12 മണിക്ക് വന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ റൂം മാറ്റി ചോദിച്ചിട്ട് ഈ ആദ്യം വന്നവർക്കൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ഏറ്റവും പൊട്ട 24 റൂം ഉണ്ടല്ലോ അതാണ് നമുക്ക് തന്നെ സോ കോൾഡ്. നമ്മളോട് ഞാൻ രാവിലെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ, ഇവിടെ വന്ന് ബാക്കി നോർത്ത് ഇന്ത്യൻ ഫാമിലിയും അവരൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ലാസ്റ്റ് വന്ന് ഏറ്റവും മോശപ്പെട്ട 24 റൂമാ തന്നേന്ന് പറയാൻ പറ്റത്തില്ല. ഫാമിലി ലേറ്റ് നൈറ്റ് നമ്മൾ വന്നതിന് ശേഷം ഓക്കെ സോൾഡ് ഔട്ട് ആണ്, റൂം മാറ്റാൻ പറ്റൂല, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, വേണമെങ്കിൽ താമസിച്ചാൽ മതി, റീഫണ്ട് ചോദിക്കുമ്പോൾ റീഫണ്ട് തരാൻ പറ്റൂല, ഇങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. ആ മറ്റേ ആൾ പറഞ്ഞതാണ് കോമഡി. നിങ്ങൾ രാവിലെ വരാനില്ലേ? ഞാൻ പറഞ്ഞു 12 to 12 നമ്മൾ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് ആസ് എ കസ്റ്റമർ എന്റെ ഇഷ്ടമാണല്ലോ ഞാൻ എപ്പോൾ ചെക്ക് ഇൻ ചെയ്യണം എപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യണം എന്നുള്ളത്. അവർ 12 മണിക്ക് വന്നായിരുന്നെങ്കിൽ നിങ്ങൾ വന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ എന്ത് ഇതിനാണ് ഫോളോ അപ്പ് ഒക്കെ ചെയ്തത്? അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു റൂം മാറ്റി തരണം എന്ന് പറയുമ്പോൾ ഇവിടെ റിസപ്ഷനിൽ 2 പേരുണ്ടായിരുന്നു. ആ 2 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് ക്രിസ്റ്റഫർ, ആ പുള്ളിക്കാരനാണ് പറഞ്ഞത് നിങ്ങൾ നേരത്തെ വരണമായിരുന്നു. പിന്നെ ഉള്ളത് നൻപ്, ഇവിടുത്തെ മാനേജറാണ്. നമുക്കറിയില്ല മാനേജറാണ്. ഇവരൊരു ഓറഞ്ച് ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഈ മാനേജറാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് തരാനൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ കിടക്കാം, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് തരാം. ഏത് ഈ രാവിലെ 2 മണിക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് രാത്രി 9-10 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് എന്നിട്ട് ഇവർ പറയുന്നു റൂം ക്ലീൻ ചെയ്ത് തരാൻ വേണമെന്നുണ്ടെങ്കിൽ. എന്റെ പൊന്നു ഭഗവാനെ, ചില റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസ്ഡ് വാട്ടർ ബോട്ടിൽ ഇല്ലേ അത് വരെ അവിടെ ഉണ്ടായിരുന്നു. എന്റെ റൂമിന്റെ ഒക്കെ അവസ്ഥ ശോചനീയായിരുന്നു. എന്റെ മാത്രമല്ല എല്ലാ റൂമിന്റെയും. ഞാൻ പിന്നെ ആൾക്കാരോട് അധികം പറയാൻ പോയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബോധം കെട്ട് കിടന്നു. കട്ടിലിന്റെ അടിയുണ്ട്, നമുക്കത് ഓപ്പണാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്റെ കട്ടിലിന്റെ അടിയിൽ 2 ബ്രൂ കോഫിയുടെ ഇതെന്താ കപ്പ് ഒക്കെ. ബ്രോ അല്ല അനു ബ്രോ എങ്ങനെയുണ്ടായിരുന്നു റൂം? ഈ നമ്മള് കൊടുത്ത പൈസത്തിന്റെ വർത്തല്ല.
ഇവർ കാണിച്ച സമയത്ത് വർത്തല്ല എന്താണ് ഒരാള് ഈ ഞാൻ പറഞ്ഞില്ലേ 24-ൽ 20 അത്രേ കംപ്ലൈന്റ് വന്നിട്ടുള്ളൂ. ആ കംപ്ലൈന്റ് വരാത്ത 4 ആളിൽ ഒരാളാണ് അല്ലേ? അപ്പൊ അവരെന്നെ പറയുന്നു കൊടുക്കുന്ന പൈസക്ക്, അതായത് കംപ്ലൈന്റ് പറയാത്ത പറയുന്നു കൊടുക്കുന്ന പൈസക്ക് വരത്തല്ല. ഇനി കംപ്ലൈന്റ് വരുന്ന ആള് പറഞ്ഞ ആൾക്കാരൊക്കെ 1 by 1 ആയിട്ട് വരുമ്പോ ഞാൻ ചെറിയൊരു പൈസ പറയേണ്ട ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന നൻപും ക്രിസ്റ്റഫറൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ. എന്നിട്ട് ഞാൻ ഇവരുടെ നമ്മൾ ബുക്ക് ചെയ്ത ആളോട് വേണമല്ലോ നമ്മൾ കംപ്ലൈന്റ് പറയാം. ഇവരും അങ്ങനെയാ പറയുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബുക്ക് ചെയ്ത ആളോട് സംസാരിക്കും. ഈ രാത്രി 9 മണിക്ക് ഫുള്ള് ഈച്ചയാണ് 9-10 മണിക്ക് ബുക്ക് ചെയ്ത ആളെ വിളിക്കുമ്പോൾ ബുക്ക് ചെയ്ത ആള് പറയുന്നു നിങ്ങൾ ഒന്നും കൊണ്ടും പഠിക്കണ്ട, ഞാൻ അവിടെ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്, നൻപ് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നു. ഏത് നമ്മളോട് വേണം കിടന്നിട്ട് പോടാന്ന് പറഞ്ഞ ആളാണ് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നത് ഈ റിസർവേഷൻ ടീം എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ക്ലിയർ കട്ട് ഒരു ചലഞ്ച് ഇവർക്ക് കൊടുത്തായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് തരും നിങ്ങളെ സ്റ്റാഫിനെല്ലാം. എനിക്ക് തന്ന 24 റൂമിൽ ഞാൻ 50% ഒന്നും ചോദിക്കുന്നില്ല. 50%, 25% റൂമിന്റെ കണക്കൊന്നുമില്ല. ഏതെങ്കിലും ഒരു റൂം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, ഏതെങ്കിലും ഒരു റൂം വിത്ത് ക്ലിയർ പില്ലോ, ക്ലിയർ ബെഡ്ഷീറ്റ്, ക്ലിയർ വാഷ്റൂം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ തരാന്ന് പറയുമ്പോ എല്ലാവരും മുഖം കാണണം. നമ്മൾ കംപ്ലൈന്റ് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ സംസാരിക്കുവാന്ന് വെച്ചോ, സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ണ് തന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. അവരിങ്ങനെയാണ്, എനിക്കൊന്നും പറയാനില്ല, ഇതേ ഉള്ളൂ, സോൾഡ് ഔട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം. അപ്പൊ റീഫണ്ട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആരാണ് ബുക്കിംഗ് തന്നെ അവരോട് സംസാരിച്ചു. ഇങ്ങനെയാണ് ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടി. എൻ്റെ പൊന്നോ. പിന്നെ കൂടെ വന്നത് നമ്മുടെ ചങ്ക് പിള്ളേരായതുകൊണ്ടില്ലേ അവർക്ക് അറിയാം. കാരണം നമ്മളിവിടെ വന്ന് കണ്ടിട്ട് ബുക്ക് ചെയ്തതല്ല, അത് ബുക്ക് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് ആരും ആരെയും തെറി വിളിച്ചില്ല. കുറെ ആൾക്കാർ തുമ്മുന്നുണ്ടായിരുന്നു, എന്നാലും ആരും ആരെയും തെറി ഒന്നും വിളിച്ചില്ല. എല്ലാവർക്കും മോശമുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് മാത്രമല്ല, ഇവിടെ വന്ന ഓരോരുത്തരും വന്ന് റൂം എടുത്തു കഴിഞ്ഞ് വന്ന് ഈ റിസപ്ഷനിൽ വന്ന് ചീത്ത വിളിക്കുന്നത് കണ്ടു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു റിവ്യൂ കിട്ടിയത്. ഈ ഹോട്ടലിന്റെ ഒരു ഗതികേട് നോക്കിയേ. റൂം നമ്പർ 408 ആണ് ഞങ്ങളുടെ. അതിന്റെ തൊട്ട് മുമ്പിൽ ഏതെങ്കിലും ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ അടിച്ച് കൂട്ടിയിടുമോ? ഇല്ലല്ലോ. പിന്നെ വലിയൊരു ജനലുണ്ട്, ആ ജനലിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നോക്ക്, എന്നിട്ട് ഇവര് പറയും കിടിലൻ ഹോട്ടൽ. റിവ്യൂ അല്ല, ഏറ്റവും വലിയ കോമഡി എന്താ അറിയാ, നമ്മളിവിടെ വന്നിട്ട് വൈകുന്നേരം എപ്പോഴൊക്കെ നമ്മൾ റിസപ്ഷനിലുണ്ടോ അപ്പോഴൊക്കെ ആൾക്കാർ അവിടെ പോയി തെറി വിളിക്കുന്ന കാണാറുണ്ട്. ബൂട്ടിയാ ആയിരുന്നു ഹോട്ടല് റൂം. സത്യം പറയണ, ഞാൻ ഹോട്ടലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നോണ്ട് ചോദിച്ചതാ. അല്ല, എനിക്ക് ലക്കിലി റൂമിനകത്ത് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് ആരൊക്കെ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് റൂം ക്ലീൻ ആയിട്ടിരിക്കുന്നത് കട്ടിലിന്റെ അടിവശം വൃത്തികേടാക്കിയിട്ടാണ് റൂം ക്ലീൻ ആക്കി വെക്കുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. നോക്കിയായിരുന്നു അത് നോക്കി എന്തോ പിള്ളേരുടെ ടോയ്സ് കട്ടിലിന്റെ അടിയിലേക്ക് പോയപ്പോഴാണ് വെരി ഗുഡ് നമുക്ക് അതിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെയാണ് റൂം മൊത്തത്തിൽ ക്ലീൻ ആയിട്ടിരുന്നത്. ഓക്കെ. AC കൂളിംഗ് ഇനീഷ്യലി ഇത്തിരി കുറവായിരുന്നെങ്കിലും രാത്രി കിടന്നു തുടങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല കൂളിംഗ് ആയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബാത്റൂമും ഒന്നും അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. റെസ്റ്റോറന്റും പരിതാപകരമാണ്. എലി ഓടി നടക്കുന്ന റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. പിള്ളേർക്ക് അവിടെ തന്നെ ഇരിക്കാൻ തന്നെ പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. എലി എപ്പോഴാണ് വരുന്നത്. ഫുഡിന്റെ ക്വാളിറ്റി വൈസ് ആവറേജ് കുഴപ്പമൊന്നുമില്ല, വലിയ സൗണ്ടൊന്നുമില്ല. സർവീസ് ആണ് ഏറ്റവും മോശം. സ്റ്റാഫിനെയൊക്കെ മറ്റൊന്ന് വൃത്തിയാക്കി എടുത്താൽ സ്റ്റാഫിനെ മാറ്റിയ ഇവരുടെ മറ്റേ ചീത്ത വിളിക്കുമ്പോ ചിരിച്ചോണ്ടിരിക്കുന്ന സ്വഭാവം മാറില്ലേ? അപ്പൊ അത് മാറിയാൽ റെസ്പോണ്ട് ചെയ്താൽ മതി, നന്നാവും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയല്ലേ? അപ്പൊ സേഫ് ഡ്രൈവ്. താങ്ക് യു. ജെന്യൂൻ റിവ്യൂ പറയണം, നിന്റെ റൂം എങ്ങനെയുണ്ടായിരുന്നു? റൂം വൈസ് കുഴപ്പമില്ല, പക്ഷെ AC ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. AC കുറച്ച് പ്രോബ്ലം ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ലീക്കായിട്ട് ഫ്ലോറിൽ മൊത്തം വെള്ളമാണ്.
ഇൻ കേസ് കുട്ടികളൊക്കെ ഉള്ളപ്പോഴാണ് ബുദ്ധിമുട്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികളുള്ളപ്പോൾ ബുദ്ധിമുട്ട്. രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ആകെ വെള്ളമാകും. എന്തെങ്കിലും എർത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മെയിൻ്റെനൻസിന്റെ വളരെ കുറവുണ്ട്. കുറവല്ല, ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതർവൈസ് റൂം ഓക്കെയാണ്. ഓക്കെ. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് അടിപൊളിയായിരുന്നു. ആണല്ലോ, ഹാപ്പി ആയിരുന്നില്ലേ? ഇനി മധുരയും പോയാൽ നമ്മൾ സെറ്റ് അല്ലേ? ഇന്നലെ അമ്പലത്തിൽ തൊഴുതില്ലേ? ഇത്രയും മോശപ്പെട്ട ഒരു ഹോട്ടൽ വേറെ താമസിച്ചിട്ടില്ല. നമ്മുടെ കൂടെ അല്ലല്ലോ. അല്ല, നമ്മൾ എക്സിബി ഗ്രൂപ്പിനോട് ഞാൻ പക്ഷെ എന്താണെന്നറിയോ, നമ്മളാണ് ആദ്യം ചെക്ക് ഇൻ ചെയ്തേ. ഞാൻ വിനായകന് അപ്പൊ തന്നെ വീഡിയോ അയച്ചെടുത്തായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, വിളിച്ചു പറഞ്ഞായിരുന്നു അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ വേറെ തപ്പിയെടുക്കാൻ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. ഭയങ്കര മോശമാണ്. വലയും എല്ലാം ഇരിക്കണമെന്ന് കാണാം. ക്ലീനിങ് പോലും ചെയ്യാറില്ല. കസേരകളെല്ലാം മോശം, ഫുഡ് മോശം, സർവീസ് മോശം. വെരി ഗുഡ്. എന്നാലും 2 മണിക്കൂർ എടുത്ത് 2 ചപ്പാത്തി പറഞ്ഞിട്ട് കിട്ടാൻ. ഓക്കെ. ബട്ട് ആകെ ചെയ്യേണ്ടതെന്ന് അറിയോ, ജെന്യൂൻ ആയിട്ടുള്ള ഒരു യൂസർ റിവ്യൂ കൂടെ ഗൂഗിളിൽ ഇട്ടേക്കണം. കാരണം നമ്മൾ ഇത് ബുക്ക് ചെയ്തത് റിവ്യൂ നോക്കിയിട്ടാ. ഞാനിപ്പോ 24 റൂം എടുത്തിട്ടുണ്ട്. ഞാൻ 4.2 ആണ് റേറ്റിംഗ് ഇല്ലേ, അത് നോക്കിയിട്ടാ ബുക്ക് ചെയ്തേ. 24 ഒരു റൂം പോലും കംപ്ലൈന്റ് പറയാതെ വന്നിട്ടില്ല. കണക്കല്ലേ? കട്ടിലിന്റെ അടി നോക്കിയില്ലല്ലോ. നോക്കരുത്, നോക്കിയാ പിന്നെ റൂമിൽ കിടക്കാൻ തോന്നൂല. എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലി ആയിട്ട് വളരെ മോശം ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, നിങ്ങളായിട്ട് ഇതിനകത്തൊന്ന് കയറാൻ പറ്റും. ഓക്കെ, AC വീക്ക്, AC ഭയങ്കര ലാസ്റ്റ് ചെയ്താൽ തന്നെ മഴ. ഒരു അരമണിക്കൂർ യൂസ് ചെയ്തു, അരമണിക്കൂർ ഫാൻ മാത്രമേ യൂസ് ചെയ്ത് ബാത്റൂം വളരെ ഇനി അടുത്ത ആള് ബ്രോ, എങ്ങനെയുണ്ട് ഈ ഹോട്ടല്? സത്യം പറയണം. വളരെ മോശം. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കയറി നമ്മൾ ഒരു ഹോട്ടലിൽ റേറ്റ് ചെയ്തു ആയിക്കോട്ടെ, നമ്മുടെ ക്ലീൻലിനെസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഞാൻ ചെറിയ കുട്ടിയായിട്ടാണ് വന്നത്. അപ്പോൾ കുട്ടിൻ്റെ ഒരു സാധനം വേണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കട്ടിലിൻ്റെ അടിയിൽ ഫുള്ളും പൊടിക്കുക. അപ്പോൾ നമ്മളിത് 2 റൂമാണ്. അതായത് ഒരു വാതിലും കയറിയിട്ട് ഇങ്ങോട്ടൊരു റൂം, ഇങ്ങോട്ടൊരു റൂം. അപ്പോൾ ആ റൂം നല്ല വൃത്തി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നല്ല റൂമാണല്ലോ വെച്ചാൽ അത് നോക്കുമ്പോൾ അവിടെ അങ്ങനത്തെ അതായത് ഒരു അടിച്ചേരി അടയാളം കാണും. അടിച്ചേരി തുടച്ച അടയാളം കാണും, അതേ ഉള്ളൂ. അപ്പൊ അവര് തുടക്കൽ അങ്ങനെയാണ്. വിളിച്ചു, അവരൊരട്ട അടിച്ചേരി പോയി. അപ്പൊ ഞാൻ റൂമിലില്ല. പിന്നെ എന്നോട് വൈഫ് വിളിച്ചു പറഞ്ഞു, നിങ്ങളൊന്നും പിന്നെ ഞങ്ങൾ വിളിപ്പിച്ചില്ല. വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് അവര് പിന്നെ അടിച്ചേരി. എന്നിട്ട് പിന്നെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഒന്നും തോന്നരുത്, നിങ്ങൾ മൂഡ് ഓഫ് ആവുന്നു ചെയ്യരുത്, നമുക്ക് വിളിച്ച് പറയണില്ലായിരുന്നു. ഇപ്പൊ അവന് അടിച്ചേരിട്ട് മൊത്തം റൂമിൽ പൊള്ളിയില്ല. അപ്പൊ രണ്ടാമത് പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് 10:30 വിളിച്ചു. എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. രണ്ടാമത് കൊണ്ടുവന്ന് ഈ അടിച്ചുതരാൻ വരുന്നവന്റെ ആ അടിച്ചുതരുന്ന ഇതുണ്ടല്ലോ, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവൻ അടിച്ചുതരാൻ റെഡി ആവില്ല. അവനാ ജസ്റ്റ് അടിച്ചുതരിയതാണ് കേട്ടോ. അപ്പൊ കാണിച്ചു കൊടുക്കും. അപ്പൊ അവന്റെ അടിച്ചുതരൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇനിയിപ്പോ അവനെ വിളിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഞങ്ങൾ തന്നെയാണ് പൊടിയൊക്കെ ഒന്ന് തട്ടിയതാക്കി. പിന്നെ അവിടെ ഷെൽഫുകൾ തൊട്ട അടയാളത്തിൽ അവിടെ വെള്ള കളറാണ് അവൻ്റെ ആ ഒരു പൊടി. പിന്നെ ബാത്റൂമിലെ ക്ലോസറ്റ് കാര്യങ്ങളൊന്നും റെഡിയല്ല. പിന്നെ ഫുള്ള് മാറാലകളാണ് അവിടെ, റൂമും കാര്യങ്ങളും ഒക്കെ ഫുള്ള് മാറാലകൾ. പിന്നെ ജനൽ നമ്മൾ റൂം മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ റൂം മാറ്റി, കാരണം തൊട്ടപ്പുറത്തെ റൂമിലും ഈ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മനസ്സിലായി ഇതിനിപ്പോ തന്നെ ആയി. കാരണം വൃത്തിയാക്കുന്നവൻ, അതായത് ഇവിടെ ഇന്ന സ്ഥലത്ത് വൃത്തികേട് ഉണ്ട് എന്നുള്ളൊരു ചിന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ആ ഒരു ചിന്തയില്ല. അങ്ങനെ അടിച്ചൊരവന് കാണാപ്പാടം പഠിച്ചിട്ട് നമ്മൾ എഴുതൂല സംഭവമാണ്. അങ്ങനെയുള്ള പിന്നെ ഞങ്ങളുടെ റൂമിൽ പിന്നെ അതായത് അമ്യൂണിറ്റീസ് മറ്റേ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എന്നിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് എടുത്തു. വേറെ ഒന്നും വഴിയില്ല. വെള്ളം നമ്മൾ പിന്നെ ചോദിച്ച് എടുക്കുകയാണ്. അങ്ങനെ ഒരു ഇത്. പിന്നെ റെസ്റ്റോറൻറ്റ് പിന്നെ നമ്മൾ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ടൈം പോയാലും നമ്മളിങ്ങനെ മാറി ഇന്നലെ രാത്രി ഒരാൾക്കും ഇത് സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമ്മുടെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് അടിപൊളി. ഇതൊന്നും അതിനെ അഫക്ട് ചെയ്തു. നമ്മളിത് വിചാരിച്ച് വന്നതേ അല്ലേ. ഓക്കെ, ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഹോട്ടൽ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വർത്താണോ? അല്ലല്ലോ. ആണോ? അല്ലല്ലോ. അത് ഇന്നലെ പറഞ്ഞായിരുന്നു. രണ്ടാമത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിന്റെ ഇതിന്റെ ഇവിടെ ഒരു പ്രാവിന്റെ കൂടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ സ്മെല്ല് ആ റൂമിന് ഉള്ളിലേക്ക് ഉണ്ടാവും. പിന്നെ എന്തിനൊക്കെ നമ്മൾ കംപ്ലൈന്റ് ചെയ്തു, അവരെ ചേഞ്ച് ചെയ്താന്ന് പറയുന്നത്.
നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും പറയുന്നത് സാർ ചേഞ്ച് തരാം. പിന്നെ നമുക്ക് പോകാനുള്ള കാര്യം നടക്കൂല. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. പോരാ, സർവീസാണ് വളരെ മോശം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ പോലും ഒരു നിമിഷം എന്ന് പറയും, പല നിമിഷങ്ങളാവും. താങ്ക് യു. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ. കുഴപ്പമില്ല, പക്ഷെ റൂം പോരാ. ബാത്റൂമൊക്കെ വളരെ മോശം. പിന്നെ കുഴപ്പമില്ലാന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് നല്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ട്രിപ്പ് എൻജോയ് ചെയ്തു, പക്ഷെ റൂം അത്രയാണ് എൻജോയ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ബിജുചേട്ടനോ? സെയിം. റൂം മോശം, വളരെ മോശം. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയൊക്കെ വളരെ മോശം. 3 സ്റ്റാർ എന്നൊന്നും പറയാനില്ല. അത് പ്രത്യേകിച്ച് എല്ലാ വാഷ്റൂംസും മോശമാണെന്നാണ് എല്ലാവരും അഭിപ്രായം. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കാണുമ്പോൾ ഈ റിസപ്ഷനിൽ വരുമ്പോഴത്തേക്കും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇത് നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കില്ല. അവർ വേറെ പറയും, മാനേജറെ വിളിക്കുക, അവരെ വിളിക്കുക എന്നൊക്കെ നമ്മളോടാണ് പറയണത്, അല്ലാതെ അവരുടെ സപ്പോർട്ടില്ല. സൂപ്പർ ട്രിപ്പായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു, അടിപൊളി സൂപ്പറായിരുന്നു. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ രാമേശ്വരം ഗ്രാൻഡിന്റെ റിവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീഡിയോയിൽ സൂ പറയുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ഇത്ര റിവ്യൂ വന്നതെന്ന് നമുക്ക് അറിയില്ല എന്ന്. അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്തു, നമ്മൾ ഗ്രൂപ്പിൽ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. ആ മെസ്സേജും വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. ജെന്യൂനായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന റിവ്യൂസ് നിങ്ങൾ ഗൂഗിളിൽ ഇടണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഗൂഗിളിലും ഈ ട്രിപ്പ് അഡ്വൈസറിലൊക്കെ ഇവർ ചെയ്യുന്ന ഒരു ഫേക്ക് കാര്യങ്ങളുണ്ട്, അത് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ഒരു നെഗറ്റീവ് റിവ്യൂ വിത്ത് ഓൾ ഡീറ്റെയിൽസ് നമ്മൾ ഇടുന്നു. ഓൺ ദ സ്പോട്ട്, അത് നിങ്ങൾക്കും വേണമെന്ന് നോക്കാം, ഓൺ ദ സ്പോട്ട് ഒരു 2-3 5/5 റിവ്യൂസ് അവിടെ വരും. അതായത് ഇത് പെയ്ഡ് ആരോ കൊണ്ട് ചെയ്യിക്കുന്നതാണ്, ഫേക്ക് ടെസ്റ്റിമോണിയൽസ് ആണ്. പിന്നെ അടുത്തൊരു നെഗറ്റീവ് റിവ്യൂ വരും, വീണ്ടും 2-3 പോസിറ്റീവ്, 2-3 അല്ലെങ്കിൽ 4-5 പോസിറ്റീവ്. അതായത് ഒരു 1 സ്റ്റാർ, അപ്പം ഇവരെന്ത് ചെയ്യും, 4 5 സ്റ്റാർ ഇടും. അപ്പോൾ ഈ 1 സ്റ്റാറിൻ്റെ വാല്യൂ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ടോട്ടൽ റിവ്യൂ നോക്കുമ്പോൾ അത് എപ്പോഴും ഒരു 4.3 4.4ൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോഴും അറിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ നമ്മൾ ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ടൊക്കെയാണ് പോയത് റൂം ബുക്ക് ചെയ്യിപ്പിച്ചൊക്കെ. അപ്പോൾ ഗൂഗിളിലൊക്കെ, പക്ഷേ ഈ ട്രിപ്പ് അഡ്വൈസറിലൊക്കെ എങ്ങനെയാണ് ഈ ഫേക്ക് ടെസ്റ്റിമോണിയൽസ് കയറി വരിക എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ മൊത്തം ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ട്രിപ്പ് അഡ്വൈസറിനൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്. എന്താവുന്ന ദൈവം തമ്പുരാനറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാമേശ്വരം ഗ്രാൻഡിൻ്റെ അവസ്ഥ. കൂടെ വന്ന കുറേ ആൾക്കാരുടെ ബൈറ്റ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ക്ലാരിറ്റി ഉണ്ടോയെന്നില്ല, അറിയില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സേ നോ ടു രാമേശ്വരം ഗ്രാൻഡാണ്. കാരണം സംഭവം അടിപൊളിയാണ്, സെറ്റപ്പ് അടിപൊളിയാണ്, ലൊക്കേഷൻ അടിപൊളിയാണ്. മെയിൻ്റനൻസ് 0ൻ്റെ താഴെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്, ക്ലൻലിനെസ് 0ൻ്റെ താഴെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്. ഇന്ന് നേരത്തെ ശ്രീജിത്ത് ബ്രോ പറയുന്നിട്ടില്ലേ, എല്ലാം ഒക്കെ ആയിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ കഴിക്കുക, എലി ഓടുന്നത് കണ്ടായിരുന്നു. നമ്മളൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു, വേറെ ഓപ്ഷൻ ഇല്ല. അല്ല, വേറെ വഴി പുറത്ത് ഇറങ്ങണമല്ലോ. നമ്മളെല്ലാം ഇത്രയും ഫാമിലി ആകുമ്പം പുറത്ത് പോയി കഴിക്കലൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്നൊക്കെ ഉള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും പെട്ടു. അപ്പോൾ എല്ലാവർക്കും സേ നോ ടു രാമേശ്വരം ഗ്രാൻഡ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ജസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഈ നമ്മളെപ്പോലെ റിവ്യൂ നോക്കി ബുക്ക് ചെയ്ത് ഈ പറയുന്ന ഇവരുടെ റിസർവേഷൻ ടീമിനോടൊക്കെ സംസാരിച്ച് അവർ ഭയങ്കര എന്താ ക്ലാസ് മെയിലൊക്കെയാണെന്നറിയാം. അങ്ങനെയൊക്കെ അയച്ച് നമ്മൾ ബുക്ക് ചെയ്ത് വരുന്നവരോട് പറയാനുള്ളത്, മോനെ പെട്ടുപോകും.